Hello everyone, it's me Chandru and in this video we will discuss class 9 Hindi textbook activities. This is जब गांधी जी की हड़ी चोरी चली गई എന്ന പാഠത്തിലെ ആക്ടിവിറ്റി ആണ്. ഓക്കേ, അപ്പോൾ നമുക്കറിയാം ക്രിസ്മസ് എക്സാം ആവാറായി. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഈ പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് സർവനാമം പരസർഗം. ഒരു ചെറുതായിട്ട് ഗ്രാമർ പോർഷൻ വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഓണം എക്സാമിന് കൂടുതലും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. ഇപ്രാവശ്യം ക്രിസ്മസ് എക്സാമിന് അതുപോലെ തന്നെ വരുമെന്നായി നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേസ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണെങ്കിൽ ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. സംബന്ധ് പഹചാനും ലിഖേം ഗാന്ധിജി ബോലെ. അപ്പോൾ അതിനകത്തൊരു സെൻറ്റൻസ് കോട്ട് ചെയ്ത് കൊടുത്തേക്കുവാണ്. മേം ആ രഹാദാ തോ രാസ്തേ മേം റെയിൽഗാഡി മേം കിസീനെ മേരി ഹടി ചുരാലി വോ ബഹുത് പുരാനി ഘടി ദി ഓർ മുझे ബഹുത് പ്യാരി ദി. ഓക്കെ, അത് അതിലൊരു സെൻറ്റൻസ് ആണ് ആ പാഠത്തിൽ. അപ്പോൾ അതിനകത്ത് കുറേ വേർഡ്സിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. മേം, മേരി, മുझे എന്ന് പറയുന്ന 3 വേർഡ്സിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗാന്ധിജി പറയുകയാണ്, ആ പറയുന്ന കാര്യമാണ് എന്താണ്, വരുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് ആരോ എൻ്റെ വാച്ച് മോഷ്ടിച്ചു. അത് വളരെ പഴയ വാച്ചായിരുന്നു, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായിരുന്നു. അപ്പോൾ അതാണ് ഗാന്ധിജി പറയുന്നത്. അപ്പോൾ നമുക്കതിലെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യഹ മേ കാ സംബന്ധ് കിസ്സേ ഹെ. ഇവിടെ മേം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? ഓക്കെ, മേം എന്ന് പറയുന്ന ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, കാരണം ഗാന്ധിജി പോലെ ഗാന്ധിജി പറയുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ മേം എന്ന് പറയുന്ന ആരാണ്? ഗാന്ധിജി തന്നെയാണ്. ഓക്കെ, മേരി ആയാലും മുझे ആയാലും അവിടെയൊക്കെ ഗാന്ധിജീനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു പേര് റിപ്പീറ്റ് അല്ലെങ്കിൽ ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സർവന ഉപയോഗിക്കുന്നത്, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പം ഗാന്ധിജി പോലെ മേ ആരഹ, അപ്പം അതിന് വേണ്ടിയാണ് ഇപ്പം മേം, മേരി, മുझे തുടങ്ങിയ സർവനാമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ അതിലേക്ക് പോകണ്ട. ഇവിടെ മേം കാ സംബന്ധ് കിസ്സേ ഹെ. മേം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗാന്ധിജീനെ തന്നെയാണ്. ഓക്കെ, ഞാൻ, അതായത് ഇവിടെ ഞാൻ എന്ന് പറയുന്ന ആരാണ്? ഗാന്ധിജിയാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പഹചാനെ മേരി മുझे ജയ്സെ പദ് കൈസെ ബൻതേ ഹെ. അപ്പം മേരി, മുझे ഇതുപോലെയുള്ള വേർഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ ഫോം ചെയ്യുന്നത് സർവനാമിൽ നിന്നാണ്. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇപ്പോൾ ഇതിനകത്ത് മേരി എന്ന് പറയുന്നത് സർവനാം ക പരസർഗ യുക്ത രൂപ ജോ മേം സെ ബനാ ഹെ. ഓക്കെ, മേം എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് മേരി. അതുപോലെ തന്നെ മുझे അതുപോലെ തന്നെയാണ്, മേമിൽ നിന്ന് തന്നെ ഫോം ചെയ്യുന്നതാണ്. ജസ്റ്റ് നമുക്ക് വേറൊരു സൈഡിലേക്ക് പോകാം. ജസ്റ്റ് ഒരു ഫോട്ടോയാണ്, അത് എന്നെ കാണാനില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലുണ്ട് മേം പ്ലസ് കി എന്ന് പറയുന്നതാണ് മേരി. ഓക്കെ, ആ രീതിയിലാണിത് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ മേം പ്ലസ് ക മേര, മേം പ്ലസ് കെ മേരെ തുടങ്ങിയ രീതിയിലൊക്കെയാണിത് ഫോം ചെയ്യുന്നത്. അതായത് സർവനാമിൻ്റെ കൂടെ ഒരു പരസർഗ കൂടി ചേരുമ്പോൾ ആ ഒരു ഫോമിൽ വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി ഇതിലേക്ക് പോകാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് लेख से സർവനാം തഥാ ഉസ്കെ പരസർഗ യുക്ത രൂപം കോ ചുൻകർ ലിഖെ. അതായത് ഈ ലേഖനം വായിച്ചിട്ട് അതിലുള്ള സർവനാമം അതുപോലെ തന്നെ അതിൻ്റെ പരസർഗ യുക്ത രൂപമുണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതുക. ഇപ്പം മേം കൊടുത്തിട്ടുണ്ട്, മേരി, മുझे. മേമിൻ്റെ പരസർഗ യുക്ത രൂപമാണ് മേരി, മുझे. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വഹ് വരും, യഹ് വരും, വേ, യേ, ഇതൊക്കെ എന്താണ്? സർവനാമമാണ്. അപ്പം നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഓക്കെ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മനസ്സിലാക്കി വയ്ക്കുക. മേം ആണെങ്കിൽ മേരി, മുझे. വേ ആണെങ്കിൽ ഉൻകി, ഉനേം. ഓക്കെ, ഉൻകി, ഉനേം. അതായത് വേ പ്ലസ് കീ ആണെങ്കിൽ ഉൻകി എന്ന് വരും. ഓക്കെ, ഉൻകി, ഉനേം. വഹ് ആണെങ്കിൽ ഉസ്കി, ഉസേ. വഹ് പ്ലസ് കീ ആകുമ്പോൾ ഉസ്കി. ഓക്കെ, ആ രീതിയിൽ വരും. വഹ്, ഉസ്കി, ഉസേ. ഹം ആവുമ്പോൾ ഹമാര, ഹമീം. അപ്പോൾ ഇതൊക്കെയാണ് സർവനാമം, അതിൻ്റെ പരസർഗ യുക്ത രൂപം. അപ്പോൾ നിങ്ങൾക്കൊരു പാസേജൊക്കെ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞിരിക്കണം. അതായത് മേമിൻ്റെ ആകുമ്പോൾ മേരി, മുझे. വേ ആകുമ്പോൾ ഉൻകി, ഉനേം. വഹ ആകുമ്പോൾ ഉസ്കി, ഉസേ. ഹം ആകുമ്പോൾ ഹമാര, ഹമേ.
ഓക്കെ, വേറെയും ഫോംസ് ഉണ്ട്, ജസ്റ്റ് ഇത്ര ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഏകദേശം ആ പാഠത്തിൻ്റെ ഇനി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. എനിക്ക് തോന്നുന്നു 3 തോന്നുന്നു. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതൊരു കംപ്ലീറ്റ് PDF ആയിട്ടുള്ളതാണ്, 15 പേജായി. ഇതിൽ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്തിട്ട് ആ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള PDF ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ നന്നായിട്ട് നോക്കുക. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.